Hello, welcome all of you. Today we can study about Lac Operon. See, in 1961, Jacob and Monod proposed a concept in order to explain induction and repression. Yes, induction and repression, these are two aspects of Operon. The Operon concept states that each metabolic reaction is controlled by a set of genes. നമുക്കൊരു ഉദാഹരണം പറയാം. Conversion of lactose into glucose and galactose. ഇതൊരു metabolic reaction അല്ലേ? It is controlled by a set of genes. ഏതൊക്കെയാ? ആ set of genes. Is it Y, A gene? അല്ലേ? എല്ലാം ഒരു ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം. Lac Operon, Operon, Arabinose ഉണ്ട്. നമുക്ക് സമയം ഉണ്ടെങ്കിൽ എടുക്കാം അത്, അല്ലെങ്കിൽ നോട്ട്സ് വായിക്കാം, ഡൗട്ട് ക്ലിയറൻസ് ഇങ്ങനെ വിളിച്ച് ചോദിച്ചാൽ മതി. മെയിൻ ആയിട്ട് Lac Operon, Operon, ഇതില് തന്നെ ഒത്തിരി കൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോ ഉദാഹരണം കൊണ്ടൊക്കെ ഞാൻ പറയും, വളരെ ശ്രദ്ധിച്ചിരിക്കാം. അപ്പോ ഇവിടെ എന്താ പറഞ്ഞത്? The Operon concept states that each metabolic reaction is controlled by a set of genes. ഉദാഹരണം ഞാൻ പറഞ്ഞു, കൺവേർഷൻ ലാക്ടോസ് ടു ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. ഇത് കാറ്റബോളിസം ആണോ അനബോളിസം ആണോ? കാറ്റബോളിസം. അതുകൊണ്ട് ആണ് Lac Operon എന്താ പറയുന്നത്? Lac Operon കാറ്റബോളിക് ടൈപ്പ് ഓഫ് ഓപ്പറോൺ പറയുന്നത്. ട്രിപ്പോപ്പറോൺ ആണെങ്കിലോ ഇറ്റ് ഈസ് അത് എന്ത് പറയാതെ നിങ്ങൾക്കറിയാം. The Operon, അപ്പൊ ഇവിടെ all the genes controlling a metabolic reaction constitute an operon. നമ്മളിപ്പോ മോളിക്കുലാർ ബയോളജി എല്ലാം അങ്ങനെ തന്നെ, പ്രത്യേകിച്ച് മോളിക്കുലാർ ബയോളജി എല്ലാം വെറുതെ ഒരു കുറച്ച് പഠിച്ച് അതിന്റെ ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ പലരും എഴുതും. പക്ഷെ അതിന്റെ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഭൂരിഭാഗം പേർക്കും തെറ്റുന്നതിന് കാരണം, പ്രത്യേകിച്ച് ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഒക്കെ വരുമ്പോൾ തെറ്റുന്നതിന് കാരണം കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഞാൻ പറയാറുള്ളത് പോലെ എന്റെ കൂട്ടത്തിൽ തന്നെ വരിക. അപ്പോ ഞാൻ ഇവിടെ പറഞ്ഞ ZYA ജീൻ, അത് ലാക്ടോസ് ഗ്ലൂക്കോസും ഗാലക്ടോസും ആകുന്ന ആ മെറ്റബോളിക് റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളാണ് ZYA ജീൻ. ഇറ്റ് ഈസ് അണ്ടർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ all the genes controlling a metabolic reaction constitute an operon. For ZYA gene, which is controlling that metabolic reaction, is under control with the what? With the control gene. ഏതെല്ലാം? Operator, promoter, regulatory gene. ഇതാണ് ഓപ്പറോൺ. അതിന്റെ ഓപ്പറോൺ കൺട്രോളിങ് ലാക്ടോസ് കാറ്റബോളിസം is known as Lac Operon. ട്രിപ്പോപ്പറോൺ അവിടെ ട്രിപ്റ്റോഫാൻ സിന്തസിസിനെ സഹായിക്കുന്ന അനബോളിക് റിയാക്ഷൻ ട്രിപ്പോപ്പറോൺ. ഓക്കെ, ഇപ്പോൾ ഓപ്പറോൺ എന്താണ് മനസ്സിലായി. Lac Operon എന്താണ് എന്നുള്ളൊരു ഡെഫിനിഷൻ മനസ്സിലായി. According to Operon model, synthesis of an enzyme is regulated by a group of genes which make up an operon. That set of genes involved in catabolism of lactose is called Lac Operon. The details of Lac Operon have been worked out by Jacob and Monod in E. coli. In Lac Operon, there are three. ഞാൻ എൻ്റെ ഡയഗ്രാം ഒന്ന് കാണിച്ചു പറഞ്ഞില്ല. ഇപ്പൊ ഇതെല്ലാവർക്കും അറിയാന്നുള്ള ഒരു +2 ഒരു പടമാണ്. ഇതാ സ്ട്രക്ചറൽ ജീൻസ്. ഇപ്പോൾ വിത്ത് റെഫറൻസ് ടു Lac Operon, ലാക്ടോസിന് ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കാൻ വേണ്ടിയുള്ള ആ സ്ട്രക്ചറൽ ജീൻസ് ZYA. Z ജീൻ ബീറ്റ ഗാലക്ടോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പെർമിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു Lac Y, Lac A ചില ടെക്സ്റ്റുകളിൽ ചില ഫങ്ഷൻസ് പറയുന്നതാണെങ്കിൽ സ്റ്റിൽ നൗ ഇറ്റ് ഈസ് വെൽ നോൺ. എനിവേ പ്രധാനമായിട്ട് ബീറ്റ ഗാലക്ടോസിഡേഷൻ ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട. എന്നാൽ Y ജീൻ പെർമിയസിനും അതിൻ്റെതായ ഫംഗ്ഷൻ ഉണ്ട്. അതിന് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ എന്താണെന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. പെർമിയസിന്റെ ഫംഗ്ഷൻ എന്താണ് അറിയാന്നുള്ളവർ പറഞ്ഞോളൂ. പെർമിയസ് പേര് കേൾക്കുന്ന പോലെ തന്നെ പെർമിറ്റ് ചെയ്യും. എന്തിനാ? എൻട്രി ഓഫ് lactose into the cell. Okay. Then adjacent to the 3 structural genes,
3 structural genes അടുത്ത് control genes ഇരിപ്പുണ്ട്. There are operator, promoter and regulator. Regulator represented by I gene here. I not misunderstand this as inducible. Lac Operon is inducible. ഞാനത് പറയാം. ഇവിടെ I എന്ന് പറയുന്നത് ഇൻഹിബിറ്റർ എന്നുള്ളതിനാണ് കാര്യം. റെഗുലേറ്റർ ജീൻ ഇവിടെ റെപ്രസർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. റെപ്രസർ ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ അത് ഇൻഹിബിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റെപ്രസ് ചെയ്യാം എന്നുള്ള സെൻസിലാണ് I. അപ്പോൾ ഓപ്പറേറ്റർ, പ്രൊമോട്ടർ ആൻഡ് I ജീൻ ഓർ റെഗുലേറ്റർ ജീൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിന്റെ സ്ട്രൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് മനസ്സിലായല്ലേ? ലാക് ഓപ്പറോണിലെ മീറോഡ് ഫ്ലൂയിഡിന്റെ ഇൻവോൾവ്മെന്റ് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവിടെ adjacent to the 3 structural genes there is a operator, a DNA sequence that interacts the regulatory protein repressor. അതായത് ഈ കൺട്രോൾ ജീൻ, ഓപ്പറേറ്റർ, പ്രൊമോട്ടർ, റെഗുലേറ്ററി ജീൻ, ഈ മൂന്നിന്റെയും ഫംഗ്ഷൻ ഒക്കെ നിങ്ങൾക്കറിയാം. എന്നാലും ഒന്ന് ഓർത്തെടുക്കുക. റെഗുലേറ്ററി ജീൻ പറഞ്ഞു, വിച്ച് പ്രൊഡ്യൂസ് റെപ്രസർ. പ്രൊമോട്ടർ എന്താണ്? ഇറ്റ് ഈസ് ദ റീജിയൻ വെയർ എന്ത് ബൈൻഡ് ചെയ്യുന്നത്? RNA polymerase ബൈൻഡ് ചെയ്യുന്നത്. ഓപ്പറേറ്റർ ഇസ് ദ റീജിയൻ വെയർ ഓപ്പറേറ്ററിൽ എന്ത് ബൈൻഡ് ചെയ്യുന്നത്? അപ്പൊ റെപ്രസർ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യണമോ വേണ്ടയോ? അത് എന്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാനിപ്പോ നമ്മളത് പഠിക്കാൻ പോവുകയാണ്. ഇത്രയും കാര്യം മറന്നിരിക്കുന്നവർക്കെല്ലാം ഓർമ്മ വന്നല്ലോ അല്ലെ? അപ്പോ ഓപ്പറേറ്റർ ഇസ് ദ റീജിയൻ വെയർ ദ റെപ്രസർ ടു ബൈൻഡ് ഫോർ റെഗുലേഷൻ. ഇത് മൂന്ന് പേർക്കും പരസ്പരം ഈ കൺട്രോളിന് ഓരോ റോളുണ്ട് അല്ലെ? പ്രൊമോട്ടർ ഏറ്റവും പ്രധാനപ്പെട്ട ആള് തന്നെ. എന്താ? RNA പോളിമറേസ് ഇവിടെ ബൈൻഡ് ചെയ്താലേ ഇവിടെ സ്ട്രക്ചറൽ ജീൻസിൽ നിന്നും പിന്നെ ശരിക്കും എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. പ്രധാനമായിട്ടും ബീറ്റ ഗാലക്ടോസിഡേസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്താലേ ലാക്ടോസിന് ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കാൻ പറ്റുള്ളൂ. ഇനി അത് ഓപ്പറേറ്ററിൽ ഓപ്പറേറ്റർ ഷുഡ് ബി ഫ്രീ. Operator should be free. Then only RNA polymerase can bind with the promoter. അല്ലേ? അല്ലേ? അപ്പൊ RNA polymerase only if it is bind to the promoter, transcription take place. ഇനി RNA polymerase അവിടെ പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഓപ്പറേറ്റർ അത് ഫ്രീ ആണോ ഇല്ലയോ എന്നുള്ളതാണ്. അതെ, ഓപ്പറേറ്ററിൽ റെപ്രസർ ഇരിക്കുകയാണെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമോ? ഇല്ല. അപ്പോ അതെങ്ങനെയാണ് അവിടെ റെപ്രസർ ബ്ലോക്ക് ചെയ്യുന്നത് ഇല്ലത്? ഇതൊക്കെയാണല്ലോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ദ പ്രൊമോട്ടർ ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ RNA polymerase. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ലാക്ടോസിന്റെ കാര്യം പറഞ്ഞു. അല്ലോ ലാക്ടോസ് എന്നും നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. ലാക്ടോസ് ഓർ അല്ലോ ലാക്ടോസ് എന്ന്. അതങ്ങനെ പറഞ്ഞു കളയാനുള്ളതല്ല, അതിനെക്കുറിച്ചും മനസ്സിലാക്കുക. ലാക്ടോസ് ഓർ അല്ലോ ലാക്ടോസ് എന്ന് പറയാം. പക്ഷെ നമുക്ക് നെറ്റ് ലെവലിൽ പഠിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു തള്ളാനുള്ള ഒന്നല്ല. അതിനെക്കുറിച്ച് ഇത് ആ ബോക്സിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. അല്ലോ ലാക്ടോസ് ഈസ് സിമിലർ ടു ലാക്ടോസ്. The only difference is in allolactose, galactose and glucose are linked by the alpha 1,6 linkage rather than സാധാരണ രീതിയിലുള്ള ലാക്ടോസിൽ ഏതാ ലിങ്കേജ്? ആൽഫ 1,4 ലിങ്കേജ് ആണ്. വളരെ ഫെമിലിയർ ആയിട്ട് നമുക്ക് അറിയാനുള്ളതല്ലേ. അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും മറന്നിരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോ ഗ്ലൂക്കോസും ഗാലക്ടോസും ലിങ്ക് ചെയ്തിരിക്കുന്ന ആൽഫ 1,6 ആണ് അലോലാക്ടോസിൽ. ഇനി അതിന്റെ ഫങ്ഷണൽ ലെവൽ എന്താണ്? When lactose enters the cell, it is converted to allolactose. It is allolactose rather than lactose itself that controls the lac repressor. ഒരു രസകരമായിട്ട് ഒരു കാര്യം, paradoxically, the conversion of lactose to allolactose is catalyzed by beta galactosidase. എന്തിനാണ് പാരഡോക്സിക്കലി എന്നുള്ള ഒരു വേർഡ് കൂടെ അവിടെ ചേർത്തത്? ആർക്കെങ്കിലും പറയാമോ?
കാര്യം ബീറ്റ ഗാലക്ടോസിഡിസിന്റെ സാധാരണ ഫംഗ്ഷൻ എന്താണ്? യൂഷ്വൽ ഫംഗ്ഷൻ ഓഫ് ബീറ്റ ഗാലക്ടോസിഡിസിന്റെ ഫംഗ്ഷൻ എന്താണ്? Breakdown of lactose into glucose and galactose. അതുകൊണ്ടാണ്. അപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോ ലാക്ടോസ് ഉണ്ടെങ്കിൽ കൺട്രോൾ അത് ഇൻഡ്യൂസിബിൾ സബ്സ്റ്റൻസ് ആണ്, ഇൻഡ്യൂസർ ആണ് അഫ്കോഴ്സ്. പക്ഷേ ലാക്ടോസ് സാധാരണ എന്തായിരിക്കും, പിന്നെ കൺവേർട്ട് അലോ ലാക്ടോസ് ആയി, എന്നിട്ട് അത് സാധാരണ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി ഈ മോളിക്യൂൾ ഓർമ്മിച്ചോർണം. മിക്കവാറും നമ്മൾ ഈ ചില ക്വസ്റ്റ്യൻസിൽ IPTG തന്നിട്ട് ഇറ്റ് ഈസ് ആഡഡ് ദെൻ വാട്ട് വിൽ ഹാപ്പൻ എന്നെല്ലാം ചോദിക്കും. ഒന്നുമല്ല, ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇത് മാത്രം ഓർത്തിട്ടാൽ മതി. IPTG തന്നാൽ is an analog of allolactose. What is the effect when allolactose is added to the medium? Same effect ആണ് IPTG എന്ന് ഓർത്തിരിക്കുക. ഈ മോളിക്യൂൾ ഒന്ന് ഓർത്തോളണേ. ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അലോലാക്ടോസിസ് ആഡഡ് എന്താണ് ഇഫക്റ്റ് ചോദിക്കുന്നതിന് തുല്യമാണ് IPTG. ക്ലിയർ അല്ലേ? ദെൻ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡക്ഷൻ ആൻഡ് റെപ്രഷൻ. ഇവിടെ operator and promoter and under the control of another segment of DNA called a regulator gene. The regulator gene codes for a protein called a repressor, which is 360 amino acid in length. In the presence of inducer, the lactose or allolactose, the repressors bind to the Lac operator, preventing the RNA polymerase from binding the promoter and the transcription structure gene. This is called a repression. ഇവിടെ നമ്മൾ പറഞ്ഞു ഇൻഡക്ഷൻ ആൻഡ് റെപ്രഷൻ. അതൊന്നൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ ലാക്കോപ്രോണില് ഇൻഡ്യൂസർ ആരാണ്? അലോലാക്ടോസ്. അല്ലെങ്കിൽ നമുക്ക് ലാക്ടോസ് എന്ന് പറയാം അല്ലേ? Lactose. എന്തുകൊണ്ടാണ് നമ്മൾ ആ ഇൻഡ്യൂസർ എന്ന് പറയുന്നത്? അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ ഇതാണ് repressor. When lactose is present, that will bind with or the allolactose will bind with the repressor. So repressor is not able to combine with the operator, isn't it? അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്പോൾ ലാക് ഓപ്പറോൺ ഗെറ്റ് ഇൻഡ്യൂസ്ഡ് അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ സ്വിച്ച്ഡ് ഓൺ. അപ്പോ നമുക്ക് ഇവിടെ ലാക്ടോസിനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എന്ത് പറയാം? ഇറ്റ് ഈസ് എ ഇൻഡ്യൂസർ. ഇനി ഇവിടെ ഇൻഡ്യൂസറുമായിട്ട്, അതായത് ലാക്ടോസുമായിട്ട് ബൈൻഡ് ചെയ്തപ്പോ റെപ്രസറിന് ഇവിടെ ഒന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ലാക് ഓപ്പറോൺ ഗെറ്റ് അപ്പോ സ്വിച്ച് ഓൺ. ഇത് നമ്മളിവിടെ എന്താ പറഞ്ഞത്? റെപ്രഷൻ. The repressor binds to the Lac operator, preventing RNA polymerase. But in the absence of inducer, എന്താ സംഭവിക്കുക? ഇത് repressor is able to bind here. അപ്പൊ എന്ത് സംഭവിച്ചു? റെപ്രഷൻ നടക്കും അല്ലെ? അണ്ടർഗോ റെപ്രഷൻ. ക്ലിയർ ആണല്ലോ? ഇപ്പൊ ഇൻഡക്ഷൻ ആൻഡ് റെപ്രഷൻ ക്ലിയർ അല്ലേ? അല്ലെ? ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. ലാക് ഓപ്പറോൺ ഈസ് ഇൻഡ്യൂസിബിൾ ടൈപ്പ്. ട്രിപ്പോപ്രോൺ ആണെങ്കിലോ ഇത് ഇൻഡ്യൂസിബിൾ ടൈപ്പ് ആണ്. ട്രിപ്പോപ്രോൺ റിപ്രസിബിൾ ടൈപ്പ് ആണ്. ഞാൻ ഇപ്പൊ ഇതിനിടയ്ക്ക് കയറി പറഞ്ഞത്, നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിനി ചുരുങ്ങിയ സമയമൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ നോട്ട്സ് ഒക്കെ മാക്സിമം അയക്കാം. എല്ലാം വായിച്ച് എല്ലാം തയ്യാറാണ്. ഇപ്പൊ എന്തായാലും ഇതിൽ തന്നെ മീറോഡ് പ്രോണുണ്ട്. ഞാൻ കഴിയുന്ന റെക്കോർഡ് വീഡിയോ അയക്കാൻ നോക്കാം. പറ്റത്തില്ല. ട്രിപ്പോപ്രോണിൽ തന്നെ പിന്നെ അറ്റന്വേഷൻ ഉണ്ട് അല്ലെ? അപ്പോ ട്രിപ്പോപ്രോൺ എടുക്കുമ്പോൾ കൂടുതൽ പറയാം. എന്നാലും ഒരു കാര്യം ആമുഖമായിട്ട് പറയട്ടെ. ചിലർക്ക് തെറ്റിദ്ധാരണ വരുന്നതാണ്. ഇവിടെ റെപ്രഷൻ ആൻഡ് ഇൻഡക്ഷൻ, 2 aspects of this operon. അത് ഏതിനാണെങ്കിൽ
ഇനി ഇൻഡ്യൂസിബിൾ ടൈപ്പ് ഓഫ് ഓപ്പറോൺ ആണ് ഏതാ? ലാക് ഓപ്പറോൺ. ബട്ട് ട്രിപ്പോപ്പറോൺ ഈസ് വാട്ട്? ഇറ്റ് ഈസ് റെപ്രസിബിൾ ടൈപ്പ്. ഇത് കൂട്ടിക്കൊഴിക്കരുത്. ഇൻഡക്ഷൻ റെപ്രഷൻ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ റെപ്രഷൻ ആണോ അവിടെ ട്രിപ്പോപ്പറോൺ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. റെപ്രഷൻ എന്താണെന്ന് ഇവിടെ മനസ്സിലായി. ഇവിടെ ലാക് ഓപ്പറോണിലെ റെപ്രഷൻ എന്താണെന്ന് മനസ്സിലായി. എന്താണ്? അവിടെ ലാക്ടോസ് ഇല്ലെങ്കിൽ ദറ്റ് ഓപ്പറേറ്റർ വിൽ ബൈൻഡ് ടു ദ എവിടെ അവിടെ സോറി റെപ്രസർ വിൽ ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ. അങ്ങനെ റെപ്രഷൻ വരും. ഇനി ലാക് ഓപ്പറോൺ ഈസ് ഇൻഡ്യൂസിബിൾ ടൈപ്പ് because in the presence of the inducer, the so-called the substrate, എന്താണ്? The lactose, the lac operon get switched on or off? On. അതാണ് ഇൻഡ്യൂസിബിൾ ടൈപ്പ്. ഇനി ട്രിപ്പോപ്പറോൺ ഈസ് റെപ്രസിബിൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, in the presence of tryptophan, the trypoperon gets switched on or off. എന്തുകൊണ്ട് അറിയാമല്ലോ? ഞാൻ അതിലേക്ക് ഇനിയിപ്പോ പോകുന്നില്ല. ഓഫ് ആണ്. അത് സംശയമുള്ളവർ നമ്മൾ അത് എടുക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതാണ് ഇൻഡ്യൂസിബിൾ ടൈപ്പും റെപ്രസിബിൾ ടൈപ്പും. അല്ലാതെ ഇൻഡക്ഷൻ ആൻഡ് റെപ്രഷൻ ടു ആസ്പെക്ട്സ് ഓഫ് ഓപ്പറോൺ തെറ്റിപ്പോകുക. സോ ഇനി ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. സാറ് ആദ്യം സ്വിച്ച് ഓഫ് പറയുമ്പോൾ അതിനുശേഷമല്ലേ സ്വിച്ച് ഓൺ ആവുന്നുണ്ട്? അതിപ്പോ നമുക്കിപ്പോ പഠിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ നൂല് പിടിച്ചതുപോലെ പറയുമെങ്കിലും സെല്ലിൽ ഇനി തന്നെ ഗ്ലൂക്കോസിന്റെ പ്രസൻസിൽ എന്താണ്, ഇതിൽ തന്നെ നമ്മൾ ലാക് ഓപ്പറോൺ ലീക്കി ടൈപ്പ് ആണ്. നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും ആ ലീക്കി ടൈപ്പ് എന്താണെന്ന് ചെറുതായിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. അത് ആദ്യമാണോ ഇല്ല, അത് സെല്ലിന് എപ്പോഴാണോ ഇതിന്റെ ആവശ്യം അപ്പോ പിന്നെ അതായത് ചോദിച്ചത് എനിക്ക് മനസ്സിലായി. അതായത് ഇതിപ്പോ ഒരു ഡയഗ്രാമാറ്റിക് ആണ് കൊടുത്തിരിക്കുക. ഇതാ ഇവിടെ രണ്ട് കണ്ടീഷനാണ് സെല്ലില്. ഇതാ ഇപ്പോ എന്താണ് ഇത് ഈ കാണിച്ചിരിക്കുന്നത്? എന്താണ് ശരിക്കും ലാക്ടോസ് ഉള്ളപ്പോഴാണോ ഇല്ലാത്തപ്പോഴാണോ ഈ കാണിച്ചിരിക്കുന്നത്? ലാക്ടോസ് ഇല്ലാത്തപ്പോഴും. അപ്പോ അവിടെ കണ്ടീഷൻസ് ആണ്. മനസ്സിലായോ? സെല്ലില് അതിന്റെ കണ്ടീഷനാണ്. ലാക്ടോസ് ഉണ്ടോ ഇല്ലയോ അതിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് അത് സ്വിച്ച് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് നമ്മള് ചിന്തിക്കണ്ട. ദെൻ സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ കുറച്ചുകൂടെ ഇനി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യത്തിലൂടെ പോവുകയാണ്. ഇത്രയും ബേസിക് കാര്യം മനസ്സിലായതുകൊണ്ട് നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് പിടിയിട്ട് ഞാൻ അതാണ് റെപ്രഷൻ, ഇൻഡക്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി ഇൻഡ്യൂസിബിൾ ടൈപ്പ് ഓഫ് ഓപ്പറോൺ ഏതാണ്, അതെന്തുകൊണ്ടാണ്, റെപ്രസിബിൾ ടൈപ്പ് ഓഫ് ഓപ്പറോൺ ഏതാണ്, അതെന്തുകൊണ്ടാണ്, ആ കാര്യങ്ങൾ അത് ട്രിപ്പോപ്പറോൺ അത് പഠിക്കുമ്പോൾ കൂടുതൽ പറയും. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ലാക് ഓപ്പറോൺ ഈസ് പോസിറ്റീവ് കൺട്രോൾ ഓർ നെഗറ്റീവ് കൺട്രോൾ or both positive and negative control. ആർക്കെങ്കിലും പറയാമോ? Both positive and negative control. What about trypoperon? Negative control only. Only negative control അല്ലേ? അപ്പോ ഇവിടെ both positive and negative control ആണ്. Negative control is via the repressor. Negative control അതിനെ ഏത് രീതിയിലും കൺട്രോൾ ചെയ്യണം. ആ ഓപ്പറോൺ നടക്കണമോ, ഇവിടെ ഓപ്പറോൺ നടക്കുക ഇല്ല എന്ന് പറയാൻ ആ സ്ട്രക്ചർ ജീൻസ് അവിടെ സിന്തസിസ് ചെയ്യണോ വേണ്ടിയോ, അതാണ് കൺട്രോൾ. അപ്പൊ ആ കൺട്രോൾ നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. അപ്പൊ ഇവിടെ റെപ്രസർ വഴിയുള്ള കൺട്രോള് നെഗറ്റീവ് കൺട്രോൾ ആയിരിക്കുമോ പോസിറ്റീവ് കൺട്രോൾ ആയിരിക്കുമോ? നെഗറ്റീവ്. ബിക്കോസ് അത് നെഗറ്റീവ് കൺട്രോൾ ആണ് ചെയ്യണ്ട എന്നുള്ളതാണ്. ഇനി ട്രാൻസ്ക്രിപ്ഷൻ നടക്കണം,
നടക്കട്ടെ എന്നുള്ളതാണ് എന്താ പോസിറ്റീവ് കൺട്രോൾ. അതിനെ കാറ്റബോളിക് റെപ്രഷൻ എന്ന് പറയും. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭാഗത്താണ് ഒത്തിരി ഗ്രാഫിക് റെപ്രസെന്റേഷൻ വരുന്നത്. നെഗറ്റീവ് കൺട്രോൾ വേറെ ഒന്നും പറയാനില്ല. ദ സിസ്റ്റം ഓഫ് റെഗുലേഷൻ ഓഫ് ലാക് ഓപ്പറോൺ is a negative control as interaction of DNA with the repressor protein inhibits gene expression. For operon is normally on but is kept off by regulator gene. Regulator gene the repressor vഴി. Okay, positive control. പോസിറ്റീവ് കൺട്രോളിൽ ഒരു 1-2 കൺസെപ്റ്റേ ഉള്ളൂ. അത് വളരെ ശ്രദ്ധിക്കുക. അതായത് സെല്ലില് ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ സൈക്ലിക് AMP പ്രൊഡ്യൂസ് ചെയ്യും. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഗ്ലൂക്കോസ് ബാക്ടീരിയൽ സെല്ല് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സൈക്ലിക് AMP. അപ്പൊ സൈക്ലിക് AMP എപ്പോഴാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെല്ലില്? സൈക്ലിക് AMP നമ്മളുടെ പിന്നെ സിഗ്നലിംഗ് സിസ്റ്റമായിട്ടുള്ള സൈക്ലിക് AMP തന്നെയാണ്. അത് നമ്മൾ സിഗ്നലിംഗിൽ എടുക്കും. അത് നമുക്ക് മറ്റു കുഴക്കണ്ട ഇവിടെ. അപ്പോ ഇവിടെ സൈക്ലിക് AMP ഇവിടെ ബാക്ടീരിയൽ സെല്ലില് ഗ്ലൂക്കോസ് കൂടിയിരിക്കുമ്പോഴാണോ കുറഞ്ഞിരിക്കുമ്പോഴാണോ? കുറഞ്ഞിരിക്കുമ്പോഴാണ് സൈക്ലിക് AMP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സൈക്ലിക് AMP പ്രൊഡ്യൂസ് ചെയ്താൽ ഗ്ലൂക്കോസ് when it is depleted, the amount of cyclic AMP is increased, then the cyclic AMP will combine with the what? ഒരു CRP അല്ലെങ്കിൽ കാപ്പ് പ്രോട്ടീൻ. കാപ്പ് എന്ന് പറഞ്ഞാൽ കാറ്റബോളൈറ്റ് ആക്ടിവേറ്റഡ് പ്രോട്ടീൻ. എന്താണ് കാറ്റബോളൈറ്റ് ആക്ടിവേറ്റഡ് പ്രോട്ടീൻ? അപ്പോ ഇവിടെ ലാക് ഓപ്പറോണിലെ പ്രൊമോട്ടർ വളരെ വീക്കാണ്. അപ്പോ കാപ്പ് ചെയ്യുന്നത് അതിനെ, അതായത് സൈക്ലിക് AMP പ്രൊഡ്യൂസ് ചെയ്തു, സൈക്ലിക് AMP CRP ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തു, പിന്നെ ബൈൻഡ് ചെയ്തു. CAP പറയുന്നത് CRP എന്നും പറയും. എല്ലാം വ്യക്തമായിട്ട് ഒന്നുകൂടെ, സൈക്ലിക് AMP പ്രൊഡ്യൂസ് ചെയ്താൽ അത് ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? കാറ്റബോളൈറ്റ് ആക്ടിവേറ്റഡ് പ്രോട്ടീൻ അഥവാ CAP എന്തും പറയും? CRP, അതായത് സൈക്ലിക് AMP റിസപ്റ്റർ പ്രോട്ടീൻ. അത് പേര് കൊണ്ട് തന്നെ വ്യക്തമാണ്. അപ്പൊ സൈക്ലിക് AMP ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് CRP. CRPയുടെ മറ്റൊരു പേരെന്താ? കാപ്പ്. ക്ലിയർ ആണല്ലോ? അപ്പോ ഇത് അപ്പൊ നമുക്ക് സൈക്ലിക് AMP CAP അല്ലെങ്കിൽ CRP കോംപ്ലക്സ് ആണ് നമുക്ക് കിട്ടിയത്. അത് പ്രൊമോട്ടറിനടുത്ത് വന്നിരിക്കാൻ ഒരു കാപ്പ് സൈറ്റ് ഉണ്ട്. അപ്പൊ പ്രൊമോട്ടറിൽ 2 സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് അതെങ്ങനെയാണെന്ന് വിചാരിക്കാം. പ്രൊമോട്ടറിൽ ഇവിടെ 2 സ്ഥലമുണ്ട്. അപ്പോ പ്രൊമോട്ടറില് ഇതാണ്. അപ്പോ ലെറ്റ് ഇറ്റ് ബി ഇവിടെ ഇതാ, ഇവിടെ 2 സ്ഥലമുണ്ടെന്ന് ഇത് ഒരു സ്ഥലത്ത് RNA പോളിമറൈസ് വിചാരിക്കാം. ഇതില് RNA പോളിമറൈസ് ഇരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ആരിരിക്കും എന്നറിയാമോ? പറഞ്ഞോളൂ. ഇവിടെ ആരാ റെപ്രസർ വരുന്നത്? റെപ്രസർ എവിടെയാ ബൈൻഡ് ചെയ്യുന്നത്? റെപ്രസർ ബൈൻഡ് ചെയ്യുന്ന സൈറ്റ് എവിടെയാ? ഓപ്പറേറ്റർ. എന്താ ഒന്നും കൂടെ എല്ലാം തലേന്ന് കളയാ. നമ്മളിപ്പോ പഠിക്കുന്നത് പോസിറ്റീവ് കൺട്രോൾ ആണ്. അതായത് പോസിറ്റീവ് കൺട്രോളിനെ നമ്മൾ എന്ന് പറയും? കാറ്റബോളൈറ്റ് റെപ്രഷൻ. പോസിറ്റീവ് കൺട്രോളില് നമ്മൾ ആദ്യം മനസ്സിലാക്കിയ കണ്ടീഷൻസ് ഒന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് സെല്ലിൽ കുറഞ്ഞിരുന്നാൽ, കൂടിയിരുന്നാൽ അടുത്ത വേറൊരു കാര്യമാണ്. അപ്പൊ കുറഞ്ഞിരുന്നാൽ സൈക്ലിക് AMP പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊമോട്ടർ പൊതുവെ ലാക് ഓപ്പറോണില് വളരെ വീക്കാണ്. അപ്പൊ അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് ഈ CRP. അപ്പോ glucose, when the amount of glucose is low in the cell, cyclic AMP is produced that will bind with the CRP or CAP. CRP യുടെ അല്ലെങ്കിൽ CAP. CRP യുടെ ഫുൾ ഫോം എന്താണ്?
CRP സൈക്ലിക് AMP റിസപ്റ്റർ പ്രോട്ടീൻ, സൈക്ലിക് AMP ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീൻ. ഇനി സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് കാപ്പ് സൈക്ലിക് AMP കോംപ്ലക്സ് കിട്ടി, അല്ലെങ്കിൽ CRP, ഞാനിപ്പോ ഏതെങ്കിലും ഒന്നേ പറയൂ, കാപ്പ് കോംപ്ലക്സ് കിട്ടി എന്ന് പറയാം. കാപ്പ് കോംപ്ലക്സ് വന്ന് ഇവിടെ ഇരിക്കും. ഇത് അവർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. പ്രൊമോട്ടറിൽ സാധാരണ ഉള്ള സ്ഥലം എല്ലാവർക്കും അറിയാം, എന്താണ് RNA പോളിമറേസ് ഇരിക്കാനുള്ള സ്ഥലം. പക്ഷേ ഇതിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഇവിടെ കാപ്പ് സൈറ്റ് ഉണ്ട്. കാപ്പ് സൈറ്റിൽ ആരായിരിക്കുന്ന ഇപ്പോ സൈക്ലിക് AMP, CRP പ്രോട്ടീൻ. അപ്പോ ഇതിവിടെ വന്നാൽ പ്രൊമോട്ടർ കുറെ കൂടെ ആക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷനെ കൂടുതലായിട്ട് ത്വരിതപ്പെടുത്തും. ക്ലിയർ അല്ലേ? അല്ലേ? ഓക്കെ. അപ്പോ അതാണ്. ദെൻ ഇവിടെ അടുത്ത് നമ്മള് ഗ്ലൂക്കോസ് കുറഞ്ഞിരുന്നാലോ, കൂടിയിരുന്നാലോ സൈക്ലിക് AMP പ്രൊഡ്യൂസ് ചെയ്യും? ഇല്ല. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഇഫക്റ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഗ്ലൂക്കോസും ലാക്ടോസും വന്നാൽ എന്താണ്, അതുപോലെ ലാക്ടോസ് മാത്രം വന്നാൽ എന്താണ്? ഈ കണ്ടീഷൻസ് വെച്ച് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഗ്രാഫ് ചോദിക്കുന്നത് വളരെ പതിവായിട്ടുള്ള ഒന്നാണ്. ഇനി നമുക്ക് ഇതിനെ നമ്മളിപ്പോ ഈ പറഞ്ഞതിനെ ഗ്ലൂക്കോസ് ഇഫക്റ്റ് എന്നും പറയാം. എന്താ പറയും? ഗ്ലൂക്കോസ് ഇഫക്റ്റ്. അപ്പൊ ഗ്ലൂക്കോസിന്റെ ഒരു ഇഫക്റ്റ് അല്ലേ നമ്മളിവിടെ പഠിച്ചത്, അല്ലെ? ഗ്ലൂക്കോസിന്റെ ഇഫക്റ്റ് അല്ലേ നമ്മളിവിടെ പഠിച്ചത്, അല്ലെ? അതുകൊണ്ട് പോസിറ്റീവ് കൺട്രോളിന് നമ്മൾ എന്തും കൂടെ പറയും, ഗ്ലൂക്കോസ് ഇഫക്റ്റ്. ഗ്ലൂക്കോസ് ഇഫക്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. നമ്മൾ അത് പഠിച്ചു തീരുമ്പോ പോസിറ്റീവ് കൺട്രോൾ ആയി, അല്ലെങ്കിൽ കാറ്റബോളൈറ്റ് റെപ്രഷൻ ആയി. അപ്പൊ കാറ്റബോളൈറ്റ് റെപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് ഒരു മിനിറ്റ്. Okay, yes. ഞാനിതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം കൊണ്ട് പോകാം. ലാക് ജീൻ ഈസ് ലീക്കി എന്താണെന്ന് മനസ്സിലാക്കാം. ഞാൻ പോസിറ്റീവ് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ ഗ്ലൂക്കോസിന്റെ അവൈലബിലിറ്റിയും ലാക്ടോസും വെച്ചുള്ള ഒന്നിന്റെ കൺസെപ്റ്റ് ഉണ്ട്, വെരി ഇമ്പോർട്ടന്റ്. അതിലേക്ക് ഞാൻ ഒന്നുകൂടെ വരാം. അതിന് മുമ്പ് ഞാൻ വിട്ടുപോകും. ഈ ലീക്കി എന്താണ്? ലാക് ജീൻ ഈസ് ലീക്കി. പല കൺസെപ്റ്റ് കൂടെ നമ്മൾ പഠിച്ചു. ട്രാൻസ്ക്രിപ്ഷണൽ കൺട്രോൾ ഓഫ് ഓപ്പറോൺ ഈസ് നോട്ട് 100% എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പറഞ്ഞു, ഒരു ലാക്ടോസിന്റെ പ്രസൻസിൽ അത് എന്ത് ചെയ്യും, റെപ്രസർ എന്താ അവിടെ ആക്റ്റീവ് റെപ്രസർ അല്ല ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആക്റ്റീവ് ആണോ പിന്നെ പാസീവ് ആണോ എന്നുള്ളതല്ല, അത് റിപ്പോപ്രോണിലാണ് ഇങ്ങനെ. അപ്പോൾ റെപ്രസറുമായിട്ട് ബൈൻഡ് ചെയ്ത് അപ്പോൾ അന്നേരം ഓപ്പറേറ്റർ ഫ്രീ ആണ്. ഇനി ലാക്ടോസ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? റെപ്രസർ ഓപ്പറേറ്റർ ബൈൻഡ് ചെയ്യുന്നു, അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ട്രാൻസ്ക്രിപ്ഷണൽ കൺട്രോൾ ഓഫ് ഓപ്പറോൺ ഈസ് നോട്ട് 100% എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ, ബട്ട് ദർ ഈസ് ആൾവേസ് സം ബേസൽ ട്രാൻസ്ക്രിപ്ഷൻ, കുറച്ച് ബേസൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് ലീക്കിംഗ്. ഈവൻ വെൻ ദ ലാക് ഓപ്പറോൺ ഈസ് റെപ്രസ്ഡ്, occasional transcript gets made. Transcript അതേ പറഞ്ഞ wait. This happens because very often RNA polymerase will manage to bind to the promoter in place of the Lac Operon. Lac repressor. Lac repressorലും ഉണ്ടെങ്കിലും RNA polymerase will manage to bind to the promoter. കുറച്ച് നോട്ട്, അതും വളരെ വളരെ കുറച്ചുമാണ്. അപ്പൊ അത് ലീക്കി രീതിയിലുള്ള ഒരു ട്രാൻസ്മിഷൻ നടക്കും. അപ്പൊ ഇതെല്ലാം പലതും നമ്മൾ പഠിച്ചിട്ട് ചിലപ്പോൾ ഒരു ഓപ്ഷനിൽ ഇങ്ങനെ എന്തെങ്കിലും തന്നാൽ ഓർമ്മ ചെയ്യുക.
Lac Operon may be leaking. അതുപോലെ ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഭാഗത്തോട്ട് വരാം. പോസിറ്റീവ് കൺട്രോൾ ഞാൻ പറഞ്ഞത് അത്രയും ഒന്നുകൂടെ വായിക്കാം. When only lactose is present and the glucose absent in the environment, lactose will bind to the precursor and transcription occur. This is the scenario when only lactose is present. If in the environment there is also glucose present, that is, if both the glucose and lactose present, what does the cell do? The cell will first utilize glucose completely, because glucose is the simplest carbon source available. Only when there is depletion of glucose, it should go ahead and starting the lactose. How this control happen? എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ അത്രയും ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഗ്രാഫിക് റെപ്രസെന്റേഷൻ 1-2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫ്രീക്വന്റ്ലി ചോദിക്കുന്നതാണ്. ഈ കൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതി, മറ്റൊന്നുമല്ല. അപ്പൊ ഇവിടെ കാര്യം പറഞ്ഞ മനസ്സിലായല്ലോ. ലാക്ടോസ് മാത്രമുണ്ടെങ്കിൽ എന്താണ്, if the environment, in the environment there is also glucose present, if the glucose are the utilizing, അതിനുശേഷമായിരിക്കും ലാക്ടോസ്. The cell will first utilize glucose. അതല്ലേ എന്താ സിംപ്ലസ്റ്റ് കാർബൺ സോഴ്സ് അല്ലേ? ഓക്കെ, അപ്പോ ഇതിനെയാണ് നമുക്ക് എന്താ പറയുന്നത്, പോസിറ്റീവ് കൺട്രോൾ. Only when there is depletion of glucose, it should go ahead and starting the lactose. So how this control happen? That is by positive control. മനസ്സിലാകും. അപ്പൊ അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതാണ് കാറ്റബോളിക് റെപ്രഷൻ. അതായത് Lac Operon is also under positive control by a regulatory protein called CAP. അതായത് എന്താണ്, കാറ്റബോളിക് ആക്ടിവേറ്റഡ് പ്രോട്ടീൻ, കാറ്റബോളൈറ്റ് ആക്ടിവേറ്റഡ് പ്രോട്ടീൻ, ആൻഡ് എ സ്മോൾ ഇഫക്റ്റർ മോളിക്യൂൾ called cyclic AMP. അതിന്റെ കണ്ടീഷൻ അറിയാമല്ലോ, ഒന്ന് പറഞ്ഞേ. എന്താണ്, when glucose is presence of glucose, അല്ലെങ്കിൽ the glucose is deficient, what will produce? Cyclic AMP. Then cyclic AMP will bind with the CAP അല്ലെങ്കിൽ സൈറ്റ് ഓഫ് പ്രൊമോട്ടർ. അതെ, അല്ല ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ അല്ല. ഒന്നും കൂടെ, if glucose amount is depleted, ഗ്ലൂക്കോസിന്റെ amount കുറവാണെങ്കിൽ സെല്ലിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? സൈക്ലിക് AMP. Then cyclic AMP will bind with the CRP അല്ലെങ്കിൽ CAP. ഇനി സൈക്ലിക് AMP CAP കോംപ്ലക്സ് will bind to the എവിടെയാ? Promoter, cap site of promoter. Clear അല്ലേ? അപ്പൊ the Lac promoter contain 2 separate binding sites, one for RNA polymerase and one for cap cyclic AMP complex. The Lac promoter on its own is a weak one, so RNA polymerase does not readily bind to it and it needs extra help to initiate. അതാണ് അതിനെ RNA polymerase വളരെ ഫേം ആയിട്ട് പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യാനും ആ RNA polymerase വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യാനുമുള്ള കഴിവ് ഈ സൈക്ലിക് AMP പിന്നെ ശരിക്കും ഈ കോംപ്ലക്സ് CRP കോംപ്ലക്സ് ഉള്ളത് കൊണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, the extra help in polymerase binding is given by attachment of the cap. However, cap does not attach unless cyclic AMP is bound to it. മനസ്സിലായില്ല, അതുമായിട്ട് ബൈൻഡ് ചെയ്താലേ cap cyclic AMP complex must bound to its binding site in the Lac Operon in order for the operon to be induced. The cap cyclic AMP complex thus exerts positive control. തന്നെയാണ്. അപ്പോ ഗ്ലൂക്കോസ് ഇഫക്റ്റ് എന്നും ഇതിനെ പറയും. അപ്പൊ ഗ്ലൂക്കോസ് ഇഫക്റ്റ് അല്ലെങ്കിൽ cap cyclic AMP കോംപ്ലക്സ് വഴിയുള്ള കൺട്രോള് പോസിറ്റീവ് കൺട്രോൾ ആണോ നെഗറ്റീവ് കൺട്രോൾ ആണോ?
positive control. എന്തുകൊണ്ട്? ബിക്കോസ് ദി CRP കോംപ്ലക്സ് എന്തായിരുന്നത്? ട്രാൻസ്ക്രിപ്ഷനെ സഹായിക്കുകയാണ്. നേരെ മറിച്ച് റെപ്രസർ വഴിയുള്ള കൺട്രോള് അത് ഇറ്റ് ഈസ് നെഗറ്റീവ് കൺട്രോൾ അല്ലേ? അപ്പോ ഇതിൽ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? സംശയം ഉണ്ടെന്നാണോ? ഒന്നേന്ന് പറയാൻ വേണ്ടിയാണോ? ഈ പറഞ്ഞ കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. ഇനി ഇത് വളരെ വ്യക്തമായിട്ട് പഠിക്കുക. ഞാൻ ചോദിക്കും, ഇത് കണ്ടുകൊണ്ട് ആൻസർ പറയേണ്ട, മനസ്സിലായെങ്കിൽ മാത്രം പറയണം. അതായത് ഇറ്റ്സ് ദ ഔട്ട്കം ഓഫ് ജീൻ എക്സ്പ്രഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ അവൈലബിലിറ്റി ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ലാക്ടോസ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അത് അങ്ങനെ ആലോചിച്ച് പറയാനുള്ളതാണ്. ഇതിനെ ഗ്രാഫിക് റെപ്രസെന്റേഷൻ ചോദിക്കുക. അത് ഇതിലുള്ള മെയിൻ ഈ മിറർ ഡിപ്ലോയിലുള്ള കാര്യം അത് ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ റെക്കോർഡ് വീഡിയോ അയക്കാം. പിന്നീട് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനോ എന്തെങ്കിലും അതിൽ സംശയം ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. അതും ഇതുപോലെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലെയാണ് ഗ്രാഫിക് റെപ്രസെന്റേഷൻ. എന്നാൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ടുണ്ട്. ഇത് ഔട്ട്കം ഓഫ് ജീൻ എക്സ്പ്രഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ അവൈലബിലിറ്റി ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ലാക്ടോസ്. ഒരു ബാക്ടീരിയൽ സെല്ലില് ഗ്ലൂക്കോസും ഗാലക്ടോസും നെഗറ്റീവ് ആയിട്ട് പിന്നെ മൈനസ് കൊടുത്തിരിക്കുന്ന ഇല്ല എന്നുള്ളതാണ്. നോ ഗ്ലൂക്കോസ് നോ ലാക്ടോസ്. ആലോചിച്ചിട്ട് പറയണം. ജീൻ എക്സ്പ്രഷൻ അത് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമോ ഇല്ലയോ, അത് എന്തുകൊണ്ടാണെന്ന് കൂടെ നിങ്ങൾ പറയാം. ഗ്ലൂക്കോസ് ഇല്ല, ലാക്ടോസും ഇല്ല. ആ ഓരോ കണ്ടീഷൻസും ഉണ്ട്. ഗ്ലൂക്കോസ് അത് ഓരോ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമോ ഇല്ലയോ, ഓരോ കണ്ടീഷൻ വെച്ച് പറയാം. അപ്പൊ ഗ്ലൂക്കോസ് ഇല്ലെങ്കിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? പറഞ്ഞോളൂ. Cyclic UMP will produce, cyclic UMP will bind with the cap or CRP. Cyclic AMP complex will bind to the promoter. Thus transcription will occur. എന്നുള്ള മാത്രമല്ല, transcription will strongly express or genes will express അല്ലെ? കാര്യം അതിന്റെ എഫിഷ്യൻസി കൂടുകയാണ്. ഇനി അതൊരു വശം. ഇനി ഇതിന്റെ കാര്യം പറഞ്ഞേ. ലാക്ടോസ് ഇല്ല. അപ്പൊ സംക്ഷിപ്തമായിട്ട് ഇപ്പൊ ഒരിടത്ത് നടക്കും, ഒരു കണ്ടീഷനിൽ നടക്കും. അപ്പോ ജീൻസ് ആർ നോട്ട്. അവിടെ എക്സ്പ്രസ് ഇതാണെങ്കിൽ പോലും എന്താ സംഭവിക്കുക? എഫിഷ്യന്റ് ആണെങ്കിൽ പോലും ഓപ്പറേറ്ററില് അത് ബ്ലോക്കാണ്. അപ്പൊ പിന്നെ അങ്ങോട്ട് RNA പോളിമറേസ് ഇല്ലല്ലോ. ഇനി ഇതുപോലെ കണ്ടീഷൻസ് വായിക്കുക. ഗ്ലൂക്കോസ് ഇല്ല, ലാക്ടോസ് ഉണ്ട്. ഗ്ലൂക്കോസ് ഇല്ല, ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെ ഒക്കർ? കുറച്ചാണോ? lactose is act as inducer. ഇത് അതെ. പിന്നെ ശരിക്കും ലാക് ജീൻ എക്സ്പ്രസ് strongly expressed. കാര്യം എന്താ? ലാക്ടോസ് അവിടെ ഉണ്ട്. അപ്പോ റെപ്രസറുമായിട്ട് ബൈൻഡ് ചെയ്ത് അവിടെ ഇറ്റ് ഈസ് നോട്ട്, ദ റെപ്രസർ ഈസ് നോ ലോങ്ങർ ഏബിൾ ടു ബൈൻഡ് ദ ഓപ്പറേറ്റർ. അത് ഫ്രീ ആണ്. ഇനി അവിടെ RNA പോളിമറേസിനെ സ്ട്രോങ്ലി അവിടെ അറ്റാച്ച് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ നടത്താനുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പൊ ലാക് ജീൻസ് ആർ സ്ട്രോങ്ലി എക്സ്പ്രസ്ഡ്. ഓക്കെ. ഇനി ഗ്ലൂക്കോസ് കൊണ്ട് ലാക്ടോസ് ഇല്ല. ഗ്ലൂക്കോസ് കൊണ്ട് ലാക്ടോസ് ഇല്ല. Not expressed. എല്ലാം. ഇനി ഇത് ഒന്ന് നോക്കാം. ഇത് ചില ടെക്സ്റ്റിൽ ഓരോ രീതിയിലാണ്. അപ്പോ ഗ്ലൂക്കോസ് ഉണ്ട്, ലാക്ടോസും ഉണ്ട്.
No expression. നോട്ട് എക്സ്പ്രസ്ഡ് ആണ് എന്നുള്ളതാണ് മിക്കവാറും പൊതുവേ നമ്മുടെ സാധാരണ അതിലുള്ളത്. അപ്പൊ ലോ ഡിഷിലൊക്കെ നമ്മൾ എല്ലാം മനസ്സിലാക്കുക. ലോ ഡിഷും വാട്സനൊക്കെ നിൽക്കട്ടെ, നമ്മളൊന്ന് ആലോചിക്കുക. ഇവിടെ ഗ്ലൂക്കോസ് ഉണ്ട്, സൈക്ലിക് AMP പ്രൊഡ്യൂസ് ചെയ്യത്തില്ല അല്ലെ. ഇനി അവിടെ തന്നെ ലാക്ടോസ് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യും? അവിടെ അപ്പൊ അവിടെ കുറച്ച് എന്തുണ്ട് നടക്കാം അല്ലേ, കുറച്ചൊക്കെ. പക്ഷെ ലീക്കി രീതിയിലുള്ളത് നടക്കും. കാരണം ഈ എഫിഷ്യൻസി ഓഫ് RNA polymerase to bind to the bind to the promoter, അത് എഫിഷ്യന്റ് ആയിട്ട് ഇവിടെ ഫങ്ഷൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പൊ ആ ലെവലിലാണ് ഇവിടെ സാധാരണ എക്സ്പ്രഷൻ നടക്കുകയില്ല എന്ന് പറയും. എന്നാൽ വെരി ലോ ലെവൽ എക്സ്പ്രഷൻ ഒക്കെ നടക്കാം. കാര്യം ലീക്കി ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അത് മാത്രമല്ല, ഇവിടെ ലാക്ടോസിസ് പ്രസന്റ് അല്ലെ. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് വച്ച് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത്രയും കൺസെപ്റ്റുകൾ മാക്സിമം ഉള്ള സമയം കൊണ്ട് ഞാൻ തന്നിട്ടുണ്ട്. പിന്നെ ഇനിയും ചില കൺസെപ്റ്റുകളുണ്ട്, ഇനി മിറർ റിപ്ലൈ ഉണ്ട്. അപ്പൊ അത് പിന്നെ നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് പ്രാക്ടീസ് ടെസ്റ്റുകൾ ചെയ്യാം. ഞാൻ സമയം കിട്ടുന്ന അനുസരിച്ച് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ സമയം ഇപ്പോൾ ഡിസംബർ എക്സാം ആണ്. ഡിസംബർ എക്സാമിന് വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു ഷോർട്ട് ടേം ആയിട്ടാണല്ലോ നമ്മൾ തുടങ്ങിയത്. കോവിഡിന് ശേഷം ആദ്യത്തെ ബാച്ചായിട്ടാണ് ഞാൻ തുടങ്ങിയതെല്ലാം ഞാൻ പറഞ്ഞു. എന്നാലും മാക്സിമം സമയമുള്ള അനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പൊല്യൂഷൻ, ഇമ്മ്യൂണോളജി, എക്കോളജി, ഇതിന്റെ എല്ലാം പലതിലും നമ്മൾ എടുക്കാനുണ്ട്. ജീൻ സൈലൻസിങ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് ചിലതെല്ലാം റെക്കോർഡ് വീഡിയോ തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനും ഒക്കെ നോക്കാം. എന്തായാലും ഇതിലുള്ള മാക്സിമം നമുക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which operon provides a classical example of negative transcriptional control of inducible gene? Lac Operon. അപ്പൊ പക്ഷേ ഇതില് നിങ്ങൾക്ക് ചിലർക്ക് സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ള ഞാൻ അടുത്ത് പറയാം. ഇവിടെ നെഗറ്റീവ് ട്രാൻസ്ക്രിപ്ഷണൽ കൺട്രോൾ ഓഫ് ഇൻഡ്യൂസിബിൾ ജീൻ തന്നു, മനസ്സിലാക്കുക. പക്ഷെ നെഗറ്റീവ് ട്രാൻസ്ക്രിപ്ഷണൽ എന്നുള്ളത് മാത്രം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതും വരാം. അവിടെ നെഗറ്റീവ് ട്രാൻസ്ക്രിപ്ഷണൽ അതൊന്നും മനസ്സിലാക്കുക. ഇത് ലാക് ഓപ്പറോൺ ഈസ് ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കൺട്രോൾ ഉണ്ട്. ഓക്കെ, but it is inducible also. So answer is first. Which of the following is true of Lac Operon? ആലോചിച്ചിട്ട് പറയാം, ഞാൻ വായിക്കുന്നില്ല. Second one. Okay, very good, very good. Then next question, ഇതുപോലെ വായിക്കുക. According to Lac Operon concept, an operator gene combines with, പലപ്പോഴും പറയാനുണ്ട് ഞാൻ MCQ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, you read the question well, then find the answer in your mind, then search for that option. അപ്പോ ഈ നെഗറ്റീവ് മാർക്കെല്ലാം Third option. ഏതാ? ഓക്കെ, വെരി ഗുഡ്. നമുക്ക് അറിയാമല്ലോ എവിടെയാണ് ഫൈൻഡ് ചെയ്യുന്നത്. Which of the following best describes the regulation of Lac Operon under high glucose and low lactose condition? കൺസെപ്റ്റ് എല്ലാം തന്നിട്ടുണ്ട്, തെറ്റിപ്പോകരുത്. Under high glucose and low lactose condition. First option. Okay, very good. Then ഇനി ഒരാൾ പറഞ്ഞെന്ന് വിചാരിച്ച് ബാക്കിയുള്ളവരെ എല്ലാവർക്കും റജി മനസ്സിലായോ? നിഷ
എല്ലാവരുടെയും പേര് ഞാൻ വിളിക്കുന്നില്ല. ആർക്കെങ്കിലും മനസ്സിലാകാതെ തന്നെ ഉണ്ടോ? മനസ്സിലായോ? റെഗുലേഷൻ ഓഫ് ലാക് ഓപ്പറോൺ അണ്ടർ ഹൈ ഗ്ലൂക്കോസ്. ഹൈ ഗ്ലൂക്കോസ് വരുമ്പോ ക്യാപ്പ് ആക്റ്റീവ് ആകുമോ ഇനാക്റ്റീവ് ആകുമോ? Inactive. എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവർക്കും ഓക്കെ. സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും പറയാം. നെക്സ്റ്റ്, ഇൻ ലാക് ഓപ്പറോൺ എ നോൺസെൻസ് മ്യൂട്ടേഷൻ in the gene encoding beta galactosidase was found to interfere with the expression of downstream permease and trans-acetylase gene. Which one of the following may explain this observation most appropriately? Polar effect transfer. ഈ ക്വസ്റ്റ്യൻ 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതില് ഒരു എന്താണ് ഈ പോളാർ എഫക്റ്റ് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ഇത് വെച്ചാണ് അവർ ചോദിച്ചത്. അല്ലാതെ ഇതിൽ വേറെ ഒന്നുമില്ല. പോളാർ എഫക്റ്റ് എന്ന് പറയുന്നത് മ്യൂട്ടേഷനിൽ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പോളാർ എഫക്റ്റ് ആണ് ആൻസർ. ഈ പോളാർ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് അഫക്ട്സ് ദ എക്സ്പ്രഷൻ ഓഫ് ഡൗൺ സ്ട്രീം ജീൻസ്. നമുക്കിവിടെ അറിയാം എന്താ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം അത് ബ്ലോക്ക് ആയാല് പിന്നെ എന്താ വൈ ജീനും എ ജീനും ഡൗൺ സ്ട്രീം അല്ലേ? അല്ലെ? ബീറ്റാ ഇസഡിന്റെ ഡൗൺ സ്ട്രീം അല്ലേ? അതെ. അപ്പൊ അതില് ഈ ക്വസ്റ്റ്യൻ വേറെ ഒന്നും അല്ല, ഈ ഒരു പോളാർ എഫക്ട് എന്നുള്ള മനസ്സിലാക്കാൻ ഇതാ. ഇനി അടുത്ത 2-3 ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി കൊണ്ടുപോവുക. ഈ രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയാം നിങ്ങൾക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നു. പലരും ഇത് ആൻസർ ചെയ്ത് ബുദ്ധിമുട്ടുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ വെരി വെരി സിമ്പിൾ ആണ്. The following figure represents the growth curve of wild type of E. coli grown in medium containing both the glucose and lactose. ഞാൻ പറഞ്ഞു ഗ്ലൂക്കോസ് മാത്രമുണ്ടെങ്കിൽ എന്താ, ലാക്ടോസ് മാത്രമുണ്ടെങ്കിൽ അത്, രണ്ടും ഉണ്ടെങ്കിൽ എന്താ, ഈ കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ആ ഗ്രാഫിക് റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. ഗ്രാഫിക് റെപ്രസെന്റേഷൻ തരുമ്പോൾ സാധാരണ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് എല്ലാവർക്കും അറിയാം. എന്തൊക്കെ ഉണ്ട് ഒന്ന് പറഞ്ഞേ. ലാഗ് പറഞ്ഞോളൂ. ലാഗ്, ലോഗ്, ഡെത്ത് അല്ലെങ്കിൽ ഡിക്ലൈൻ അല്ലെ? അപ്പോ ഇവിടെ ദ ഫിഗർ ഫോളോയിങ് ഫിഗർ റെപ്രസെന്റ് ഗ്രോത്ത് കർവ് ഓഫ് വൈൽഡ് ടൈപ്പ് ഈക്വൽ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ ഗ്രാഫ് കൂടെ തരാം. ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഗ്രാഫ് കൊടുക്കും. അതാ ഇവിടെ നോക്കിയേ, ഈ ഗ്രാഫ് ഒന്ന് ശരിക്കും മനസ്സിലാക്കാം. ടിപ്പിക്കൽ ഒരു ഗ്രോത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് കർവാണ്. ലാഗ് ഫേസ് അല്ലെ, എക്സ്പോണൻഷ്യൽ, ദെൻ സ്റ്റേഷനറി, പിന്നെ ഏതാ ഡിക്ലൈൻ. അപ്പൊ ലാഗ് ഫേസിൽ എന്തൊക്കെയായിരിക്കും നടക്കുന്നത്, വേണ്ടി വരുന്നത് ശരിക്കും ലാഗ് ഫേസില്? അതെ, സാധാരണ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് നമ്മൾ മൈക്രോബയോളജിയിൽ പഠിക്കുന്നതല്ലേ, എന്നാലും ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഡയഗ്രാം തന്നിരിക്കുന്നത്. അപ്പോ ലാഗ് ഫേസിൽ എന്താ സെൽ ഡിവിഷൻ നടക്കുമോ? ഇല്ലല്ലോ. സിന്തസിസ് ഓഫ് എൻസൈംസ്, RNA ഫോർ ദ യൂട്ടിലൈസേഷൻ ഓഫ് ന്യൂട്രിയന്റ്. ഇവിടെ ഇപ്പൊ ഗ്ലൂക്കോസ് മാത്രമാണെങ്കിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ലാക്ടോസ് ഏതെങ്കിലും എന്റെ സബ്സ്ട്രേറ്റ് അത് യൂട്ടിലൈസ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ RNAs ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ സെൽ ഡിവിഷൻ ഒന്നുമില്ല, അതുകൊണ്ട് ഇൻക്രീസ് ഇല്ല. ഇതാണ് ലാഗ് ഫേസ്. ഇതെന്താണ്? ഇപ്പൊ ഗ്ലൂക്കോസ് ആണെന്നില്ലേ, ഗ്ലൂക്കോസ് ആണെന്നിരിക്കട്ടെ, ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു പടമാണ്. അത് എക്സ്പോണൻഷ്യൽ ഫേസ്. പിന്നെ എന്താ സംഭവിക്കുക? ഇത് സ്റ്റേഷനറി, പിന്നെ എന്താ ഡിക്ലൈൻ. അപ്പൊ സ്റ്റേഷനറി സ്റ്റെബിലിറ്റി അല്ലെ, സ്റ്റേബിൾ, നോ ഇൻക്രീസ് ഇൻ ദ ബാക്ടീരിയൽ നമ്പർ. ഡെത്ത് എങ്ങനെയാ വരുന്നത്? അവിടെ പിന്നെ ടോക്സിക് സബ്സ്റ്റൻസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ, പിന്നെ അത് ഡെത്ത്. ഓക്കെ. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് സ്റ്റേഷനറി വരെയുള്ള നോക്കാം. അപ്പൊ ലാഗ് ഫേസ്, ലോഗ് ഫേസ്, ദെൻ സ്റ്റേഷൻ, ഇത് ടിപ്പിക്കൽ. ഇനി ഡയോക്സിക് ഓർ ഡൈഫേസിക് ഗ്രോത്ത് കർവ് എല്ലാവരും മൈക്രോബയോളജിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ മൈക്രോബയോളജിയുടെ ABCD കാര്യങ്ങളല്ലേ, ഇതെല്ലാവർക്കും അറിയാമല്ലോ. ഈ ഗ്രോത്ത് കർവ് ആർക്കെങ്കിലും അറിഞ്ഞുകൂടായെങ്കിൽ പറഞ്ഞോളൂ, സമയം പോകുന്നു. ഈ ഗ്രോത്ത് അറിയാമല്ലോ. അതായത് നോക്ക, ഇതിപ്പോ ഡയോക്സിക് ഓർ ഡൈഫേസിക് ഗ്രോത്ത് കർവ് ഓഫ് ബാക്ടീരിയ ഗ്രോൺ വിത്ത് എ മിക്സർ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ലാക്ടോസ്. ഇപ്പൊ ഗ്ലൂക്കോസും ഗാലക്ടോസും ആകാം. ഡൈഫേസിക് ഇവിടെ എന്താ ഗ്ലൂക്കോസും ലാക്ടോസും. ഇങ്ങനെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മനസ്സിലാക്കാൻ, ഇത് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി ചോദിക്കുന്ന, അപൂർവം ചില കേസുകളിൽ വരാതെ. അപ്പൊ കാര്യം വളരെ സിമ്പിൾ ആണ്. ബിക്കോസ്
മിക്കവാറും കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ കൺസെപ്റ്റ്സ് വെച്ച് ഒന്ന് അപ്ലൈ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇവിടെ നോക്കാം. ആദ്യം എന്ത് പറഞ്ഞു? എന്താ? ലാഗ് ഫേസ്. അടുത്തെന്താണ്? പറഞ്ഞോളൂ. അടുത്തെന്താണ്? Exponential. അല്ലെങ്കിൽ എന്ത് ഫേസ്? Log phase. ലോഗ് ഫേസ്. അടുത്ത ഡിക്ലൈൻ അല്ലേ വരേണ്ടത്. പക്ഷെ ഇവിടെ അടുത്ത് എന്ത് വരുന്നു? ഇവിടെ രണ്ട് സാധനം കൊടുത്തിട്ടുണ്ട്, ഗ്ലൂക്കോസും ലാക്ടോസും. ഗ്ലൂക്കോസും ഗാലക്ടോസിലും ആദ്യം എന്തായിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്? ലാക്ടോസ് ആയിരിക്കും, പിന്നെ ഗ്ലൂക്കോസ് ആയിരിക്കും ആദ്യം യൂട്ടിലൈസ് ചെയ്യുന്നത്? Glucose. ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ ഇത്രയാണ്. അടുത്ത് ഒരു ലാഗ് ഫേസ് വന്നിട്ട്, കാര്യം ലാഗ് ഫേസ് വന്നിട്ടേ പിന്നെ ലാക്ടോസിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം എന്താ? ആ ലാക്ടോസിനെ യൂട്ടിലൈസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഗ്ലൂക്കോസ് അവിടെ എൻസൈംസ് സിന്തസൈസ് ചെയ്യണം. അവിടെ പലതരത്തിലുള്ള പിന്നെ കമ്പോണൻസ് ഇവിടെ ഉണ്ടാകണം. അതാണ് ലാഗ് ഫേസ്. എന്നിട്ട് ഒരു എക്സ്പോണൻഷ്യൽ. ക്ലിയർ ആണല്ലോ? അപ്പോ ഇത്രയും മനസ്സിലായല്ലോ? അപ്പോ ഡയോക്സിക് ഫേസ് ഉണ്ട്. ഇപ്പൊ രണ്ട് ഇത് കൊടുത്തു. ഇനി ഇതൊന്ന് വായിച്ചു. ദ ഫോളോയിങ് ഫിഗർ ഈ തന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇത് 2020 നവംബർ സി പാർട്ടിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. The following figure represent the growth curve of wild type E. coli grown in medium containing both the glucose and galactose. അപ്പൊ ഇതെന്ത് ഗ്രോത്ത് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്? Diphasic. അതിനെ in E. coli, the catabolic repression of lactose operon by glucose has been explained by different rates of cyclic AMP. നമ്മൾ പഠിച്ചതല്ലേ? കാറ്റബോളിക് റെപ്രഷൻ പഠിച്ചതല്ലേ? കാറ്റബോളിക് റെപ്രഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു തരത്തിലുള്ള അവിടെ പോസിറ്റീവ് കൺട്രോൾ അല്ലേ? ഡിഫറെന്റ് ലെവൽസ് ഓഫ് സൈക്ലിക് AMP ഇൻ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ഗ്ലൂക്കോസ് അല്ലെ? ഗ്ലൂക്കോസ് കൂടിയാൽ എന്ത്, കുറഞ്ഞാൽ എന്ത്, അതനുസരിച്ച് സൈക്ലിക് AMP കുറയും കൂടിയും ചെയ്യുന്ന ലെവൽ, അങ്ങനെ കാറ്റബോളിക് റെപ്രഷൻ നമ്മൾ പഠിച്ചു. This model was challenged and the experiments showed that catabolic repression occurred because the activity of lactose permease was inhibited in the presence of glucose. ഇവിടെ പറഞ്ഞു ഇവിടെ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള കാര്യം പഠിച്ചിട്ടുണ്ട്. ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടിയാൽ എന്താ? അപ്പൊ ഇവിടെ this model was challenged and the experiment showed that catabolic repression occurred because the activity of lactose permease was inhibited in the presence of glucose. Glucose in the presence എന്താ? എന്തിന്റെ സെല്ലിലേക്ക് എന്ത് കയറുന്നത് പിന്നെ തടഞ്ഞു? Lactose. ക്ലിയർ അല്ലേ? അപ്പൊ ലാക്ടോസ് അകത്ത് കയറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ ദിസ് മോഡൽ വാസ് ചലഞ്ച് ആൻഡ് എക്സ്പെരിമെന്റ് ഷോഡ് ദാറ്റ് catabolic repression occurred because the activity of lactose permease was inhibited in the presence of glucose. Glucose in the presence cyclic AMP പ്രൊഡ്യൂസ് ചെയ്യുകയല്ല പറഞ്ഞു. അപ്പൊ ഇവിടെ അതിന്റെ ഇമ്പാക്ട് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? ലാക്ടോസ് പെർമിയേസ് ഈസ് നോട്ട് ഫങ്ഷനിങ്. കൺസിഡറിംഗ് ദ സെക്കൻഡ് മോഡൽ എന്ന് പറയുന്നത് ലാക്ടോസ് ഇൻഹിബിഷൻ നടക്കുന്നു മോഡൽ, അതല്ലേ രണ്ടാമത്തെ കേസ്. Considering the second model, which one of the following plots correctly represents the growth pattern of mutant E. coli with a loss of function of mutation in LAC-I gene growing in a medium containing glucose? ഇവിടെ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് വെറുതെ പറ്റിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഇതിന്റെ കൂടുതൽ കണ്ടീഷൻസ് എന്തെല്ലാം പറഞ്ഞിരിക്കുന്ന? പെർമിയസ് ഫംഗ്ഷൻ, ലാക്ടോസ് അങ്ങ് വിടുക, പെർമിയസ് ഇല്ല. അപ്പൊ ലാക്ടോസ് അകത്ത് കയറുന്നില്ല, ഒന്ന്. മറ്റൊന്ന് ലാക് ഐ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലാക് ഐ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാക് ഐ മ്യൂട്ടന്റ് ആണ്. ഇത്രയും കണ്ടീഷൻ ആണ്. അപ്പൊ ലാക്ടോസ് ഇല്ല അകത്ത്, പിന്നെ ലാക് ഐ അതായത് റെപ്രസർ അപ്പൊ ഇല്ല എന്ന് വിചാരിക്കുക. റെപ്രസർ ഇല്ല. അപ്പൊ ആ കണ്ടീഷൻ മനസ്സിലാക്കുക. റെപ്രസർ ഇല്ലെങ്കിൽ, ഞാൻ ഗ്രാഫ്
ഗ്രാഫ് ഇതാണ്. ഏതൊന്ന് ഇത് ഗ്രാഫ് കൂടെ കണ്ട് മനസ്സിലാക്കാം. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് റെപ്രസർ ഇല്ല. റെപ്രസർ ഇല്ലെങ്കിൽ ഉള്ള കാര്യം എന്താണെന്ന് ചിന്തിച്ചേ. ഇൻഡക്ഷൻ നടക്കും. Lac Operon നടക്കും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നടക്കുമില്ലെന്ന് ആലോചിച്ച് നോക്കിയാൽ വേറെ കണ്ടീഷൻ എന്താണ്? ലാക്ടോസ് അകത്ത് ഇല്ല. അപ്പൊ അതാ പറയുന്നത്. ആദ്യത്തെ ഫേസ് മാത്രം ചിന്തിക്കും. എന്താണ് ഇവിടെ ഹൈജീൻ അവിടെ ഇല്ല, റെപ്രസർ. പക്ഷെ ഹൈജീൻ ഇല്ലെങ്കിലും ലാക്ടോസ് ഉണ്ടെങ്കിലല്ലേ ബീറ്റാ ഗാലക്ടോസിനും പെർമീസിനും ഉണ്ടെങ്കിൽ അതിന്റെ ക്ലീവ് ചെയ്യണമെന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അപ്പൊ ഇവിടെ ഇത്രയും കണ്ടീഷൻസ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. അതായത് ഇത് കാണോ? ഇത് നോക്കാം. ഈ ഡൈഫേസിക് വരുമോ? ഇല്ല. കാര്യം എന്തുകൊണ്ടാ? ലാക്ടോസ് ഇല്ല. അപ്പൊ അതങ്ങ് വിടാം. ഇത് വരുമോ? വരില്ല. എന്തുകൊണ്ട്? ബിക്കോസ് ആദ്യം ലാഗ് ഫേസ് അല്ലേ വരുന്നത്. ഇങ്ങനെ വരില്ലല്ലോ. ഇങ്ങനെ ഒരു ബാക്ടീരിയൽ ഗ്രോത്തിൽ ഇങ്ങനെ ഒരു ഗ്രോത്ത് വരില്ലല്ലോ, അല്ലേ? വരുമോ? ബാക്ടീരിയൽ ഗ്രോത്തിൽ ഇങ്ങനെ ഒരു കർവ് ഉണ്ടോ? അത് അറിയാതങ്ങ് വേണ്ട. അപ്പൊ ഇനി ഇങ്ങനെ ഒരെണ്ണം ഉണ്ടോ? ലാഗ് ഫേസ്, എക്സ്പോണൻഷ്യൽ, പിന്നെ അടുത്തെന്താ വരേണ്ടത്? സ്റ്റേഷനറി. ഇത് സ്റ്റേഷനറി ആണോ? അല്ല. ഏതാണ് ആൻസർ? സെക്കൻഡ്. സിമ്പിൾ അല്ലേ? This seems to be yes, okay, little complicated, but the concept മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, അല്ലേ? അതൊന്നും കൂടെ പിന്നെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഞാൻ പറയുകയല്ല, നിങ്ങൾ തന്നെ ചെയ്യണം. എന്നാലേ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റും. E. coli was grown in 3 different experimental conditions. In one, it was grown in medium containing glucose as carbon source. In the second, in medium containing both the glucose and galactose. And in the third, was infected with the phage. Match the curves below. ഇത് ഒന്ന് A ആണ്, ഇത് ഒന്ന് B ആണ്, ഇത് C ആണ്. അപ്പൊ ഇവിടെ എയും ബിയും സിയും ഒക്കെ എന്താണെന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. 1. അപ്പൊ 2 ഓപ്ഷൻ അപ്പുറത്താണ്. ഞാൻ എല്ലാം കാണിച്ചു തരാം. 2016 ജൂണിലെ സി ക്വാർട്ടറിലാണെന്ന് തോന്നുന്നു ചോദിച്ച. എ ഈസ് ഗ്രോൺ ഇൻ ഗ്ലൂക്കോസ് എന്നാണ് പഠിക്കുന്നത്. ഇത് മനസ്സിലാക്കുക. ഇൻ 3 ഡിഫറെന്റ് കണ്ടീഷൻസിലാണ്, അല്ലെ? എല്ലാം കൂടെ ഒരുമിച്ചിട്ടല്ല കൊടുത്തിരിക്കുന്നത്. ഇൻ 1, it was grown in medium containing glucose. ഇത് വരുമോ? നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ. ഇതും കൂടെ ഒന്ന് കാണുക. മൂന്നാമത്തെ വരുമോ? ഇല്ല. സെക്കൻഡ് ഓപ്ഷൻ. വെരി നൈസ്. ഓക്കെ, അപ്പൊ ഏതാണ്ട് നിങ്ങൾക്ക് കൺസെപ്റ്റ് കിട്ടി എന്ന് ഞാൻ കരുതുന്നു. ഇനി ഇതും കൂടെ ഒന്ന് തെറ്റിക്കാതെ പറഞ്ഞു. A culture medium contains 2 carbon sources. A culture medium contains 2 carbon sources. One is preferred carbon source and the second is a non-preferred source. Non-preferred, preferred glucose. Second is non. 2015 December. Which one below is correct regarding the nature of growth curve of E. coli cultured in this medium? Growth curve will be same as when growth is grown in presence of only glucose. Growth curve will be same as when grown in presence of only lactose. A lag phase will be observed between the 2 exponential phase. 2 lag phases will be observed between 2 exponential phases. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശരിക്കും വായിക്കുക. എന്നിട്ട് ഞാൻ ഓപ്ഷൻ 3. തേർഡ് ഓപ്ഷൻ. വെരി ഗുഡ് നൈസ്. ഇത് ആർക്കെങ്കിലും സംശയം ഉണ്ടോ?
വേണമെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പ് ഇതൊന്ന് പറഞ്ഞു. അതായത് ഇത് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കൾച്ചർ മീഡിയം കണ്ട 2 കാർബൺ സോഴ്സ് അല്ലേ? ഇപ്പോ ഡൈഫേസിക്ക് വരുമെന്നുള്ളത് മനസ്സിലായല്ലോ. പക്ഷെ ഞാനത് പറഞ്ഞത് ഈ 3 or 4, ചിലർ 4 പറയും. ഇവിടെ എന്താ പറഞ്ഞത്? 3 is correct. A lag phase will be observed between the 2 exponential waves. This is one exponential, the glucose is consuming. This is a second exponential. In between ആണ് the lag phase. പക്ഷെ മറ്റൊരു lag phase ഉണ്ട്. അത് ഇപ്പൊ മറ്റൊരു ആൻസർ കൂടെ നമുക്ക് നോക്കാം. ഇവിടെ എന്താ 4 പറഞ്ഞേ? 2 lag phases will be observed between 2 exponential phases. ഇത് 2015 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചില കുട്ടികള് ഇതെങ്ങനെയോ അവര് 4ാമത്തെ കണ്ടു. 2 lag phases are there. അത് കുത്തിയിട്ട് വരും, അത് ആൻസർ ചെയ്തിട്ട് വരും. അങ്ങനെ തെറ്റിപ്പോരുത്, എല്ലാം നോക്കുക. But 2 lag phases will be observed between 2 exponential phases ആണ്. 2 exponential phase-ന്റെ ഇടയ്ക്കാണോ lag phase വരുന്നത്? ഇല്ലല്ലോ, അല്ലേ? സോ ഇപ്പൊ ഈ കൺസെപ്റ്റ് ഇത്രയും കിട്ടിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ഗ്രാഫ് ഒന്നും വലിയ കാര്യമൊന്നുമല്ല, ഇതിൽ മാത്രമല്ല ഗ്രാഫിക് റെപ്രസെന്റേഷൻ വരിക ഒരു പതിവാണ്. എക്സ്പെരിമെന്റൽ ഇതല്ലേ, അപ്ലൈഡ് അനലിറ്റിക്കൽ. അതുകൊണ്ട് ആ കൺസെപ്റ്റ് മനസ്സിലായിട്ട് വെരി വെരി ഈസി. ഓക്കെ, ഇന്നത്രയും. താങ്ക് യു. താങ്ക് യു സർ.